ഹായ്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ കേരള PSC കൊളീജിയറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് എക്സാം വിച്ച് വാസ് കണ്ടക്റ്റഡ് ഇൻ 2020 ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യുവാണ്. ഓക്കെ, സോ നമുക്ക് 3 മാർക്ക് 5 മാർക്സ് 8 മാർക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഈ എക്സാമിന്. ബട്ട് യു ഹാവ് ടു പ്രാക്ടീസ് റൈറ്റിംഗ് ആൻസേഴ്സ് ഓൾസോ ഫോർ 4 മാർക്ക് എസ്സേസ്, 5 മാർക്സ് എസ്സേസ് ആൻഡ് 6 മാർക്സ് എസ്സേസ്. ബിക്കോസ് 2024 നടന്ന ഒരു എക്സാമിന് ഈ പാറ്റേണിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാം ആയിരുന്നു. അപ്പൊ നമ്മൾ 4 മാർക്സ് 5 മാർക്സ് 6 മാർക്സിനും 3 മാർക്സ് 5 മാർക്സ് 8 മാർക്സിനും പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ബ്ലെൻഡിങ്. സോ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് കീവേഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നമ്മൾ ആൻസേഴ്സ് എഴുതാൻ. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ വി ഷുഡൻ എക്സീഡ് ദ ലിമിറ്റ്. അങ്ങനെ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും 3 മാർക്സ് അവിടെ നിന്ന് കിട്ടാനുള്ളൂ. കൂടുതൽ വെയിറ്റേജ് ഉള്ള മറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. ഓക്കെ, സോ ഇവിടെ ആസ് വി സി ബ്ലെൻഡിങ് ഇസ് എ മോർഫോളജിക്കൽ പ്രോസസ് ഓഫ് word formation. 1 second. Okay, in linguistics. So നമ്മൾ എന്താണ് ആദ്യം ബ്ലെൻഡിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നു. 2 or more words are merged together to form a new word such that ഏതൊക്കെ വേർഡ്സ് ആണോ കമ്പൈൻ ചെയ്യുന്നത് ആ വേർഡ്സിന്റെ എല്ലാ മീനിങ് റീറ്റെയിൻ ചെയ്യുന്നുണ്ട് പുതിയതായിട്ട് ഫോം ചെയ്യുന്ന വേർഡിൽ. ഓക്കെ, ആൻഡ് ന്യൂലി ഫോംഡ് ഇത്തരത്തിലുള്ള വേർഡ്സിനെ നമ്മൾ ബ്ലെൻസ് അല്ലെങ്കിൽ പോർട്ട്മാന്റിയോ വേർഡ്സ് എന്ന് പറയും. പിന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ കൂടുതലായിട്ടും എക്സാമ്പിൾസ് ആണ് അവരെ നമ്മുടെ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ഒരിക്കലും എക്സാമ്പിൾസ് നമ്മൾ എഴുതാതെ പോകരുത്. അപ്പൊ ഇവിടെ നമ്മൾ ബ്ലെൻഡിങ് 2 വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ബ്ലെൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് ടൈം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 3 വേർഡ്സിന്റെ ബ്ലെൻസും ഇൻക്ലൂഡ് ചെയ്യാം എക്സാമ്പിൾ ആയിട്ട്. ഓൺലി ഇഫ് യു ഗെറ്റ് അഡീഷണൽ ടൈം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഫസ്റ്റ് 2 എക്സാമ്പിൾസ് ആർ ഇനഫ്. ഓക്കെ, സോ ഇതൊരു വേർഡ് ഫോർമേഷൻ പ്രോസസ് ആണ്. ദെൻ ഓൾസോ ടു ടോക്ക് അബൌട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, വേർഡ് എങ്ങനെയാണ്, ഹൗ ദ വേർഡ് ഇസ് ഫോംഡ്. ഓക്കെ, പിന്നെ അതിനെ നമ്മൾ എങ്ങനെയൊക്കെ വിളിക്കാം. ഓക്കെ, സോ മാക്സിമം ഒരു 3 or 4 പോയിന്റ്സ്, അതിനപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ കാരണം നമ്മൾ ആ ഒരു സ്പേസ് കൺസ്ട്രെയിൻ മനസ്സിലാക്കി എഴുതിയില്ലെങ്കിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ള മറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What are the major themes explored by Andrew Marvell in his to his Coy Mistress? So ഇവിടെയും നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. സോ ഇതൊരു മെറ്റഫിസിക്കൽ പോയമാണ്. ഓക്കെ, ഇതിൽ മെറ്റഫിസിക്കൽ കൺസീറ്റ്സ് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് പ്രൈമർലി നമ്മൾ ഇതിനെ ഒരു കാർപീഡിയം പോയം എന്നാണ് വിളിക്കുന്നത്. ഒരു ലാറ്റിൻ മോട്ടീഫ് ആണ്. ദാറ്റ് ഈസ് ടു സീസ് ദ ഡേ, ടു സീസ് ദ മൊമെന്റ്, ടു ലീവ് ഇൻ ദി മൊമെന്റ്. സോ ഇതിൽ വരുന്ന തീംസ് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. മെയിൻ ആയിട്ടും earthly love is contrasted with death and decay. സോ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് യു ഹാവ് ടു എൻജോയ് ആൻഡ് ലീവ് ടു ദ ഫുള്ളസ്റ്റ് എന്നുള്ള ഒരു ഐഡിയ ആണ്. ആൻഡ് ഹിയർ ഈ ഒരു പെർട്ടിക്കുലർ പോയം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ദ സ്പീക്കർ ഇസ് പെർസ്വേഡിങ് ദി ബിലവഡ് ടു yield to him. ഒരു ഫിസിക്കൽ ഇന്റിമസിക്ക് വേണ്ടിയിട്ട് ഈസ് പെർസ്വേഡിങ് ഹർ, ആൻഡ് അതിനു വേണ്ടിയിട്ട് ഹീസ് യൂസിങ് എലാബറേറ്റ് മെറ്റഫേഴ്സ് ആൻഡ് കൺസീറ്റ്സ്. അപ്പൊ അതിനെ നമുക്ക് യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ ബ്ലേസൺ ട്രഡീഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഈവൻ ദോ ഇവിടെ 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ there are numerous other points also. So you can combine all these points together and craft an answer. But make sure you're not exceeding 3 or 4 sentences. 3 to 4 sentences അപ്പുറത്തേക്ക് നമ്മൾ എഴുതാൻ പാടില്ല. ഓക്കെ, പാടില്ല മീൻസ് വേസ്റ്റ് ആണ്. ഓക്കെ, ആ 3 to 4 സെന്റൻസസിൽ തന്നെ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ആസ് ഐ ടോൾഡ് യു, ബ്ലേസൺ ട്രഡീഷൻ ഒരു
അവരുടെ ബോഡി പാർട്സ് ഓരോന്നായിട്ട് വളരെ എലാബറേറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ട്രഡീഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെയും സ്പീക്കർ ഇസ് ആക്ച്വലി ഡിസ്ക്രൈബിങ് ഈച്ച് ബോഡി പാർട്ട് ഓഫ് ഹിസ് ബിലവഡ്. I need 30,000 years to describe each of your body part because it is that much ബ്യൂട്ടിഫുൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൺസീറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈം വേസ്റ്റ് ആക്കല്, ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം, ടൈമിനെ ഒരു വിങ്ഡ് ചാരിയറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. പിന്നെ as I told you, earthly love is contrasted with death and decay. So that is it. Next question, what are nasals? So നമുക്കറിയാം ഇത് മൊഡ്യൂൾ 11 നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൊഡ്യൂൾ 11 നമുക്ക് സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. സോ ഞാൻ പറഞ്ഞു ഈ ഒരു സെക്ഷൻ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി. ഇറ്റ്സ് മോർ ദ സയന്റിഫിക് പാർട്ട് ഓഫ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് പോയിന്റ്സിന് കറക്റ്റ് മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, നേസൽ സൗണ്ട്സ് എന്ന് വെച്ചാൽ നേസൽ സൗണ്ട്സ് എന്താന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. നമ്മുടെ സോഫ്റ്റ് പാലറ്റ്, ദാറ്റ് ഇസ് ദ ടങ്ങിന്റെ സോഫ്റ്റ് പാലറ്റ് ലോവർ ചെയ്യുമ്പോൾ എന്താണ്, വൺ സെക്കൻഡ്, when the soft palate is lowered, what happens, that is, as the back of the tongue is lowered, the oral cavity is blocked. അങ്ങനെ വരുമ്പം എയർ നമ്മുടെ നേസൽ ക്യാവിറ്റിയിലൂടെ പോകും, പുറത്തോട്ട് പോകും. അങ്ങനെ ഉണ്ടാവുന്ന കൺസണന്റ് സൗണ്ട്സിനെയാണ് നമ്മൾ നേസൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ വരുന്ന ഓരോ കീവേഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺസണൻസ് ആണെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകും. മീൻസ് നമുക്കറിയാം നേസൽസ് അല്ലേ, സോ യു വിൽ സിംപ്ലി സ്റ്റാർട്ട് റൈറ്റിംഗ് നേസൽ സൗണ്ട്സ് ആർ ദോസ് സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ്, എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതും. പക്ഷേ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് വിചാരിച്ച് വിട്ടുപോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ് ഈ കൺസണൻസ് ആണ്. ബിക്കോസ് നേസൽ സൗണ്ട്സ് ആർ അൾട്ടിമേറ്റ്ലി കൺസണൻസ്. അപ്പം അത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. നമ്മൾ എഴുതുന്ന ഒരു ധൃതിക്ക് ചിലപ്പം അത് വിട്ടുപോയേക്കാം. സോ nasal sounds are consonants that are produced when the soft palate is, one second, lowered. അങ്ങനെ ഓറൽ ക്യാവിറ്റിയിൽ ബ്ലോക്ക് വരുന്നു ആൻഡ് എയർ സ്ട്രീം പാസസ് ത്രൂ ദ നേസൽ ക്യാവിറ്റി. പിന്നീട് നമ്മൾ ഇതിനെ പൾമോണിക് എഗ്രസീവ് കൺസൺ. ബേസിക്കലി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എല്ലാ സൗണ്ട്സും തന്നെ നമ്മൾ പൾമോണിക് എഗ്രസീവ് എയർ സ്ട്രീം മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദ സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അതെന്താണെന്ന് വെച്ചാൽ ലങ്സുമായിട്ട് റിലേറ്റഡ് ആണ്. പൾമോണിക് എഗ്രസീവ് മീൻസ് ലങ്സിലൂടെ എയർ പുറത്തേക്ക് എക്സ്പെൽ ചെയ്യപ്പെടുന്നു. ആ എയർ സ്ട്രീം മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് ഈ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ആസ് ഐ സെഡ്, എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നോക്കുവാണെങ്കിൽ മ, ന്, ങ്, ഈ 3 സൗണ്ട്സ് ആണ് ഫോണീംസ്, നേസൽ ഫോണീംസ്. അതിന്റെ എക്സാമ്പിൾസ് വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് കോൾറിഡ്ജ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫാൻസി ആൻഡ് ഇമാജിനേഷൻ? നമുക്ക് ബയോഗ്രഫി ലിറ്റററി ചാപ്റ്റർ 14 ഉണ്ട്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്കറിയാം ഇമാജിനേഷൻ എന്താണെന്നും ഫാൻസി എന്താണെന്നും ഇമാജിനേഷനെ എങ്ങനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുവെന്നും നമുക്ക് ഈ ഒരു പാർട്ടിൽ കാണാം. സോ നമ്മൾ ബയോഗ്രഫി ലിറ്റററിയ ചാപ്റ്റർ 14 നിന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈ കാര്യങ്ങളാണ് കോർ എക്സാം ഏരിയാസ്, അല്ലെ എക്സാം ഫോക്കൽ പോയിന്റ്സ് ആയിട്ട് നമ്മൾ നോക്കുന്ന കോർ ഏരിയാസ് ആണിത്. അപ്പൊ ഇതൊരിക്കലും ഒരു 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 ആവറേജ് ലേണർ ആണെങ്കിൽ പോലും ഈ ഏരിയാസ് ഒരിക്കലും മിസ് ചെയ്യാതെ എക്സാമിന് പോകത്തുള്ളൂ. സോ അന്ന് അത് നന്നായിട്ട് നോക്കിപ്പോയവർക്ക് ഈ ക്വസ്റ്റ്യൻ എളുപ്പം ഉണ്ടായിരിക്കും. ബയോഗ്രഫി ലിറ്റററി എടുക്കുമ്പോൾ നമ്മൾ ഓരോ വർക്ക് എടുക്കുമ്പോഴും അതിൽ ചില എക്സാം ഫോക്കസ് പോയിന്റ്സ് ഉണ്ട്. എക്സാമിന് ചോദിക്കാൻ പ്രയോറിറ്റി കൂടുതലുള്ള ചില ഏരിയാസ് ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഈവൻ നിങ്ങൾക്ക് അത് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. വർക്കിന്റെ ആ ആസ്പെക്ട് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. എന്നിട്ട് ആ പർട്ടിക്കുലർ വർക്കിന്റെ മറ്റ് പാർട്സ് നമുക്ക് കവർ ചെയ്താലും അതാണ് ഏറ്റവും നല്ലൊരു ടെക്നിക്ക്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രൈമറി ഇമാജിനേഷനെ പറയുന്നത് ഒരു എന്താണ് എല്ലാ വ്യക്തികളിലും ഉള്ള ഒരു എന്താണ് ഫാക്കൽറ്റിയാണ്. ദാറ്റ് മീൻസ് ഒരു ലിവിങ് പവർ ആൻഡ്
പ്രൈം ഏജന്റ് ഓഫ് ഓൾ ഹ്യൂമൻ പെർസെപ്ഷൻ ആണ്. ദാറ്റ് മീൻസ് എല്ലാ വ്യക്തികളിലും അതുണ്ട്. ഓക്കെ, പക്ഷെ അതേസമയം സെക്കൻഡറി ഇമാജിനേഷൻ ഒരു ക്രിയേറ്റീവ് ഫാക്കൽറ്റിയാണ്. ഇവിടെ നമ്മൾ കീവേഡ്സ് ഒരുപാട് എന്താണ് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ ആയതുകൊണ്ട് ആ വേർഡ്സ് അതേത് വേർഡ്സ് ആ വർക്കിൽ നിന്ന് അതേപോലെ എടുത്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സിന്തറ്റിക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ് ഇത് സെക്കൻഡറി ഇമാജിനേഷൻ. അതിനെ ഒരു സിന്തറ്റിക് എസംബ്ലാസ്റ്റിക് പവർ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. വിച്ച് ഡിസോൾവ്സ്, ഡിഫ്യൂസസ്, ഡിസിപ്പേറ്റ്സ് ഇൻ ഓർഡർ ടു റീക്രിയേറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, പിന്നീട് ഫാൻസിയിലോട്ട് വരുമ്പം അതൊരു ഡെഡ് മെക്കാനിക്കൽ ഫാക്കൽറ്റി ആണ്. വിച്ച് ഇസ് ഡീലിംഗ് വിത്ത് ഫിക്സിറ്റീസ് ആൻഡ് ഡെഫിനിറ്റ്സ്. അതൊട്ടും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പവർ അല്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു പോയറ്റിക് ജീനിയസിന്റെ ഒരു ഡ്രൈപ്പറി മാത്രമാണ്, അതായത് ഒരു ഔട്ടർ കവറിങ് മാത്രമാണ് ഫാൻസി. ഓക്കെ, സോ അങ്ങനെ ഈ പോയിന്റ്സും ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സും എല്ലാം കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഓക്കെ, ഒരു മാക്സിമം 3 to 4 സെന്റൻസസിൽ. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എക്സ്പ്ലെയിൻ ലോറ മെൽവിസ് കോൺസെപ്റ്റ് ഓഫ് ദ വിമൻ ആസ് ദ ഇമേജ് ആൻഡ് മാൻ ആസ് ദ ബെയറർ ഓഫ് ദ ലുക്ക്. അപ്പൊ ഇത് ലോറ മെൽവിയുടെ വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ. ഓക്കെ, അപ്പൊ ആ ഒരു നമ്മൾ കൾച്ചറൽ സ്റ്റഡീസിൽ നിന്നുള്ള മൊഡ്യൂൾ 14 നിന്നുള്ള ഒരു വർക്കാണ്. സോ ഇവിടെ ശരിക്കും വിമൺ ഒരു പാസീവ് ഇമേജ് ആണ്, അല്ലെങ്കിൽ ഒരു സ്പെക്ടക്കിൾ ആണെന്നാണ് ലൈക്ക് ബിഫോർ ദി മെയിൽ ഓഡിയൻസ്. അപ്പം അല്ലെങ്കിൽ മെയിൽ ക്യാരക്ടേഴ്സിന്റെ മുന്നിൽ വിമൺ ബിക്കംസ് ദ പാസീവ് ഇമേജ് ഓർ സ്പെക്ടക്കിൾ. ഒരു ഒബ്ജക്ടിഫിക്കേഷൻ ആണ്. വുമൻസ് ബോഡി ബിക്കംസ് ഒബ്ജക്ടിഫൈഡ്. ഓക്കെ, സോ ഷീ ഈസ് ഓൾവേസ് the to be looked atness. Okay, she is always subject to be looked at by the male characters and audience. അപ്പം ആ ഒരു ജെൻഡേർഡ് പവർ ഡൈനാമിക്സ് ആണ്, ആ ഒരു ബൈനറി ആണ് ലോറ മെൽവി ഈ ഒരു എസ്സേയിൽ കാണിക്കുന്നത്. വിച്ച് എക്സിസ്റ്റഡ് ഇൻ ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമ. ആൻഡ് ഷീ ഈസ് ഓൾവേസ് സബ്ജക്ട് ടു ദ മെയിൽ ഗേസ്. മെയിൽ അല്ലെങ്കിൽ മാൻ ബിക്കംസ് ദ ബെയറർ ഓഫ് ദ ലുക്ക്. He holds the narrative agency. He is the active subject, whereas women is the passive subject. Object. You can call her as the object, and also the image or the spectacle. Okay. So agency എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് മാനിലാണ്. Okay. Next question is the last 3-mark question that we had for the exam. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Why does the speaker in Maya Angelou's poem call herself a phenomenal woman? അപ്പൊ ഇവിടെ നമുക്കറിയാം ബോൺ മാർഗരറ്റ് ആൻഡ് ജോൺസൺ മായ ഏഞ്ചലോയുടെ ഫിനോമിനൽ വിമൺ എന്ന് പറയുന്നത്. മായ ഏഞ്ചലോയുടെ യഥാർത്ഥ പേരെന്താണ്? മാർഗരറ്റ് ആൻഡ് ജോൺസൺ. സോ അത് നമുക്കൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ കൊള്ളായിരിക്കും. നമുക്ക് കുറച്ചും കൂടെ അതിനെപ്പറ്റി അറിയാവുന്നൊരു ഇത് കിട്ടും. ബട്ട് ജസ്റ്റ് ബോൺ മാർഗരറ്റ് ആൻഡ് ജോൺസൺ, മായ ഏഞ്ചലൂസ് ഫിനോമിനൽ വിമൻ ഡിഫൈസ് ദ കൺവെൻഷണൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോ നീഡ് ടു വറി. അപ്പോൾ തന്നെ യു ഡോണ്ട് ഹാവ് ടു റൈറ്റ് എ ഹോൾ സെന്റൻസ് അബൌട്ട് മാർഗരറ്റ് ആൻഡ് ജോൺസൺ. ബട്ട് നമ്മളൊരു അഡീഷണൽ ഒരു ക്ലോസ് പോലെ ആ സെന്റൻസിൽ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് മാർക്ക് അവിടെ വീണു. പിന്നെ കൺവെൻഷണൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്സിനെയൊക്കെ ഡിഫൈ ചെയ്യുവാണ്. വിമൻഹുഡിനെയും ഇന്നർ ആ ഒരു വുമൻഹുഡിനെ സെലിബ്രേറ്റ് ചെയ്യുവാണ്. നിങ്ങൾ ആ പോയം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഹൗ ഷീ എക്സ്പ്ലെയിൻസ് ദ വേ ഷീ സ്ട്രെച്ചസ് ദി ആംസ്, the way she walks with her long decisive steps, the fire or passion in her eyes, ആ ഒരു ഫ്ലാഷ് ഓഫ് ടീത്ത്. അതായത് ആ ഒരു ഇന്നർ ബ്യൂട്ടിയെ എൻജോയ് ചെയ്യാണ്, സെലിബ്രേറ്റ് ചെയ്യാണ്. ആൻഡ് ഫിനോമിനൽ വിമൺ എന്നാണ് ഷീസ് ഡിസ്ക്രൈബ്. സോ ആ ഒരു സെലിബ്രേഷൻ ഓഫ് റിസൈലിയൻസ്, ബ്ലാക്ക് വുമൺഹുഡ് ഒക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമ്മൾ പറയേണ്ടത്. നെക്സ്റ്റ് we are starting the 5-mark essay questions. ഓർക്കേണ്ട ഒരു കാര്യം, 5-mark essay questions തുടങ്ങുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ 4-mark essay questions സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വേണം, നിങ്ങൾക്ക് ഒരു ബോഡി വേണം, നിങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ വേണം. 3-mark questions ആൻഡ് ഈവൻ ഫോർ questions below 3 marks you don't need it, but
for questions with more than 3 marks, you should have an introduction, you should have a body, and you should have a conclusion. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? കമന്റ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ദ ബ്ലൂവസ്റ്റ് ഐ. ഓക്കെ, സോ ദിസ് ഇസ് ജസ്റ്റ് എ ഡ്രാഫ്റ്റ്. യു ഹാവ് ടു എക്സ്പാൻഡ് ഇറ്റ് ഫർദർ. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും പോയിന്റ്സ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ഡിസ്കഷൻ lecture. Toni Morrison's 1970 novel explores the psychological trauma of racism. So, in post-depression Lorraine Occhio using a poignant symbolic title. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ എന്താണോ ആ ക്വസ്റ്റ്യൻ വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. മോസ്റ്റ് ഓഫൺ നമ്മൾ എന്തിൽ നിന്നോ തുടങ്ങി അവസാനം നമ്മുടെ ആൻസർ എന്തിലോ വന്ന് അവസാനിക്കുന്നു. ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ എഴുതിയ ആൻസർ ആ ക്വസ്റ്റ്യനുള്ള ആൻസർ ആണോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പൊ ബ്ലൂവസ്റ്റ് ഐയുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കേണ്ടത് ടൈറ്റിലിനാണ് അവര് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ നമ്മൾ നന്നായിട്ട് പഠിച്ചൊരു വർക്ക് ബ്ലൂവസ്റ്റ് ഐ, അതാ കണ്ടു, ക്വസ്റ്റ്യൻ കണ്ടു, ബ്ലൂവസ്റ്റ് ഐ എന്ന് കണ്ടപ്പോഴേ നമ്മൾ എന്ത് ചെയ്യാണ്, ബ്ലൂവസ്റ്റ് ഐയെ പറ്റി അങ്ങ് ജനറൽ ആയിട്ട് അങ്ങ് എഴുതുവാണ്. പക്ഷെ നമ്മൾ അവിടെ വിട്ടുപോകുന്ന ആ ടൈറ്റിൽ, അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ഇപ്പൊ നമ്മളിങ്ങനെ ഇതൊരു ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ 1970 ഒരു പോസ്റ്റ്മസ്ലി പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ്മസ്ലി അല്ല, ഓക്കെ, 1970 ഒരു നോവലാണ് അത്. ആ ഒരു സൈക്കോളജിക്കൽ ട്രോമ, റേസിസത്തിന്റെ ആ ഒരു ട്രോമയുണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വർക്കാണ്. പിന്നെ പോസ്റ്റ് ഡിപ്രഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരുപാട് പോയിന്റ്സ് നമ്മൾ പാക്ക് ചെയ്ത് ഒറ്റ സെന്റൻസ് ആക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു പോയിന്റ്സിനെ എല്ലാം കൂടെ അങ്ങ് കൺജസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതല്ല, മറിച്ച് നമുക്ക് ഇപ്പൊ ടോണി മോറിസൺസ് ദ ബ്ലൂവസ്റ്റ് ഐ എക്സ്പ്ലോർ സൈക്കോളജിക്കൽ ട്രോമ ഓഫ് റേസിസം എന്ന് മാത്രം എഴുതുന്നതിനേക്കാളും ആ സെറ്റിങ്ങും കൂടെ അതിന്റെ കൂടെ, ലൊറൈൻ ഓഹിയോയിലാണ് ഇത് സെറ്റ് ചെയ്ത്, ആ ഒരു പോയിന്റും കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതുമ്പോൾ വാട്ട് ഹാപ്പൻസ്, നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടുവാണ് മറ്റു പോയിന്റ്സ് എഴുതാനായിട്ട്. അതുപോലെ നമുക്ക് മാർക്സും അവിടെ വീഴുവാണ്. പിന്നെ ബോഡിയിലേക്ക് വരുമ്പം എന്തൊക്കെ തീംസ് ആണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. എങ്ങനെയാണ് ബ്ലൂ ഐഡ് ഡോൾസിനെ അതിൽ കാണിക്കുന്നത്, ഷെർലി ടെമ്പിൾ എന്ന ഒരു ഐക്കോണിക് സ്റ്റാറിനെ എങ്ങനെയാണ് പെക്കോള വേർഷിപ്പ് ചെയ്തത്, ആ ഒരു ഇന്റേണലൈസ്ഡ് ഹേറ്റ്രഡ്, റേസിസം, ഒരു ഇന്റേണലൈസ്ഡ് റേസിസം ഉള്ളിൽ തന്നെ ആ ഒരു ബ്ലാക്ക് കമ്മ്യൂണിറ്റി കൊണ്ട് നടന്ന ആ ഒരു എന്താണ് സെൽഫ് ഹേറ്റ്രഡ്, അങ്ങനെ എങ്ങനെയാണ് പെക്കോള ബ്ലൂ ഐസ് കിട്ടാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നത് അല്ലേ. സോ അതൊക്കെ നമുക്ക് ഈ ഇതിൽ കൊണ്ടുവരാം. പിന്നെ ആ ഒരു ഡബിൾ കോൺഷ്യസ്നെസ്, ആ ഒരു ഫ്രാഗ്മെന്റഡ് സൈക്കി ഒക്കെ പറയാം. പിന്നെ കൺക്ലൂഡിങ് സെക്ഷനിൽ നമ്മൾ ശരിക്കും നമ്മുടെ ക്വസ്റ്റ്യനെ സമപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൂടുതൽ എന്താണ് ക്വസ്റ്റ്യന്റെ ആൻസർ, ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കുന്ന ആൻസറിന്റെ ഒരു സമ്മറി പോലെ നമ്മൾ എന്ത് ചെയ്യുക, പോയിന്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതായത് ആ ഒരു ടൈറ്റിൽ തന്നെ ഐറോണിക് ആണെന്നും മെയിൻ സ്ട്രീം സൊസൈറ്റിയുടെ ഒരു ക്രിറ്റിസിസം ആണ് അതെന്നും ആ ഒരു ഹിപ്പോക്രസി ഒക്കെയാണ് അത് ഷോ ചെയ്യുന്നതും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് രസ. നമുക്ക് ഇന്ത്യൻ എസ്തെറ്റിക്സിൽ നിന്നുള്ള 2 എസ്സേസ് ഉണ്ട്. ഓക്കെ, സോ ഒന്ന് എസ്.എൻ. ദസ്ഗുപ്തയുടെയും മറ്റൊന്ന് കുഞ്ഞുണ്ണി രാജയുടെയും. സോ അത് നമ്മൾ നന്നായിട്ട് നോക്കണം, കാരണം ഇന്ത്യൻ എസ്തെറ്റിക്സിൽ നിന്ന് നമുക്ക് ആകെ അതേ ഉള്ളൂ. സോ ഒബ്വിയസ്ലി അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എക്സാമിന്. സോ ഇവിടെയും ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഓക്കെ, ബോഡി കൊടുക്കുക, കൺക്ലൂഷൻ കൊടുക്കുക. നമുക്കറിയാം സംസ്കൃത് പോയിറ്റിക്സ് അല്ലെ, സംസ്കൃത് പോയിറ്റിക്സിന്റെ ഒരു ഏൻഷ്യൻ ട്രീറ്റൈസ് ആണ് നമ്മുടെ നാട്യശാസ്ത്ര എന്ന് പറയുന്നത്, ഭരതമുനിയുടെ നാട്യശാസ്ത്ര. അതിലുള്ള ആ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള, അപ്പൊ ആ ഒരു രസ എന്ന് പറയുന്ന എസ്തെറ്റിക് എക്സ്പീരിയൻസിനെ എസ്.എൻ. ദസ്ഗുപ്ത ഹീസ് ട്രേസിങ് ഫ്രം നാട്യശാസ്ത്ര ഓൺവേർഡ്സ്. കാരണം നാട്യശാസ്ത്രമാണ് ആ ഒരു
ബിഗിനിങ് എന്ന് പറയാം. ഐ മീൻ ആ ഒരു ഫൗണ്ടിങ് സ്കൂൾ എന്ന് പറയുന്നത് രസ തിയറിയുടെ ആ ഒരു ഫൗണ്ടേഷണൽ സ്കൂൾ തന്നെ നാട്യശാസ്ത്രമാണ്. ഓക്കെ, അപ്പൊ അതിൽ ആ ഒരു സംസ്കൃത് ശ്ലോക പറയുന്നുണ്ട്. എന്താണ്? വിഭവ, അനുഭവ, വ്യഭിചാരി ഭാവ, സംയോഗത്, രസ, നിഷ്പത്തി. അതായത് വിഭവ, അനുഭവ, വ്യഭിചാരി ഭാവ ഇവയുടെ ഒരു കോമ്പിനേഷൻ ആണ് രസ നിഷ്പത്തി, രസ ഉളവാക്കുന്നത്. സോ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതാനല്ല, ഇറ്റ്സ് ജസ്റ്റ് ബ്ലൂ പ്രിന്റ്. സോ നിങ്ങൾ ഇത് എക്സ്പാൻഡഡ് ആയിട്ട് വേണം എഴുതാനായിട്ട്. ഡോണ്ട് യൂസ് എനി കൈൻഡ് ഓഫ് ഷോർട്ട് ഫോംസ് ഫോർ യുവർ ആൻസർ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ SMS, വാട്സാപ്പ് ലാംഗ്വേജ് ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അണ്ടർസ്റ്റാൻഡ്, ഇതൊരു അക്കാഡമിക് ലെവലിൽ നിങ്ങളുടെ കാപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ്. സോ നിങ്ങൾ ഉറപ്പായിട്ടും ഫുൾ സെന്റൻസസിൽ വേണം യു ഹാവ് ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം എന്താണ് വിഭവ, എന്താണ് അനുഭവ, എന്താണ് വ്യഭിചാരി ഭാവാസ് എന്നൊക്കെയുള്ള ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കണം. ആൻഡ് ഒരു ഗുഡ് കൺക്ലൂഷൻ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ദെൻ വെയിറ്റിംഗ് ഫോർ ഗോദോ ആസ് എ റെപ്രസെന്റേറ്റീവ് പ്ലേ ഓഫ് ദി അബ്സേർഡ്. സോ നമുക്കറിയാം സാമുവൽ ബെക്കറ്റ്സ് 1953 പ്ലേ എങ്ങനെയാണ് തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് അതിൽ ആ ഒരു സ്കൂളിൽ വരുന്നത്. നമുക്കറിയാം എക്സിസ്റ്റൻഷ്യലിസം, ആ ഒരു സ്പിരിച്വൽ വാക്വം ഇതൊക്കെ കാണിക്കുന്ന ഒരു വർക്കാണ്. സോ നമ്മൾ അതിന്റെ ബോഡിയിലേക്ക് എല്ലാ ആസ്പെക്ട്സും അബ്സേർഡിസ്റ്റ് തീംസ് എല്ലാം തന്നെ കൊണ്ടുവരണം. അതിന്റെ സ്ട്രക്ചർ തന്നെ ഇറ്റ്സ് എ ട്രാജി കോമഡി ഇൻ 2 acts അല്ലേ? അങ്ങനെ തന്നെയാണ് അതിന്റെ സബ് ടൈറ്റിൽ വരുന്നത്, വെയിറ്റിംഗ് ഫോർ ഗോദോ, എ ട്രാജി കോമഡി ഇൻ 2 acts. അപ്പൊ ആ സ്ട്രക്ചർ നോക്കിയേ, ഇറ്റ്സ് എ റെപ്പറ്റേറ്റീവ്, ഒരു സർക്കുലർ ട്രജക്ടറി. ഒന്നും നടക്കുന്നില്ല രണ്ടാമതായിട്ട്, നത്തിങ് ഹാപ്പൻസ് ട്വൈസ്. ഒരു മിനിമലിസ്റ്റിക് സെറ്റിംഗ് ആണ് അല്ലെ? അപ്പം രണ്ട് ട്രാംസ്, വ്ളാഡിമിർ എസ്ട്രജൻ എന്ന ഈ ക്യാരക്ടേഴ്സ് അവരെങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത്? അവരാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു? ഈസ് ദർ എനി പർപ്പസ് ഫോർ ദർ വെയിറ്റിംഗ്? ആൻഡ് ആ ഒരു പർപ്പസ് സെർവ് ചെയ്യാനായിട്ട് ഗോദോ എത്തുന്നുണ്ടോ? പിന്നെ ലാംഗ്വേജ്, എന്ത് തരം ലാംഗ്വേജ് ആണ്? സൈലൻസസ് ഉണ്ട്, പോസസ് ഉണ്ട്, ഒരു ഇല്ലോജിക്കൽ, ഒട്ടും ലോജിക്കൽ അല്ലാത്ത ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചർ ആണ്. അങ്ങനെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന രീതിയിൽ വേണം ഇതിനെ പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമ്മളിപ്പം അതിന് ക്രോസ് റെഫറൻസസ് നമുക്ക് കൊടുക്കാം. നമുക്ക് ആൽബർട്ട് ക്യാമുവിന്റെ മിത്ത് ഓഫ് സിസിഫസില് ആ ഒരു എറ്റേണൽ ടാസ്ക് ദാറ്റ് ഈസ് അണ്ടർടേക്കൺ ബൈ സിസിഫസ് എന്താണ്? ആ ഒരു റോക്ക് താഴോട്ടിടുന്ന നമ്മുടെ നാരായണത്തെ ഭ്രാന്തനെ പോലെ. അപ്പൊ അങ്ങനെയുള്ള എക്സിസ്റ്റൻഷ്യൽ തീംസ് ബെക്കറ്റിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഏതാണ് നമ്മുടെ മാർട്ടിൻ എസ്ലിൻ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്രോസ് റെഫറൻസസ് ഒക്കെ നമ്മൾ കൊടുക്കണം. ഓക്കെ, ദെൻ that is also a 5-mark question. Okay. Okay, so next question is write a short note on archetypal criticism. Okay, so archetypal criticism uses myths, symbols, different characters. Then you have to give a body. So how it is founded in Carl Jung's theory of the collective unconscious. Then അതിനെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതിനെ കോഡിഫൈ ചെയ്തത് നോർത്രോപ്പ് ഫ്രൈയുടെ അനാറ്റമി ഓഫ് ക്രിറ്റിസിസം ആൻഡ് നോർത്രോപ്പ് ഫ്രൈയുടെ തന്നെ ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ ഉണ്ട്. ഈ വർക്ക്സ് ഒക്കെ നമ്മൾ റെഫറൻസസ് കൊടുക്കാം. പിന്നീട് അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകണം. പിന്നീട് ഒരു ഗുഡ് ഫൈനലി ഒരു ഗുഡ് കൺക്ലൂഷൻ കൊടുക്കണം നമ്മൾ. ഓക്കെ,
അതായത് ഈ ആർക്കിടൈപ്പിൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എല്ലാ എന്താണ് ടൈപ്പ് വർക്ക്സിലും ബിയോണ്ട് ഏജസ് എക്സിസ്റ്റ് ചെയ്ത ഒന്നാണ്. സോ ആ ഒരു സമ്മപ്പിലൂടെ വേണം നമ്മളിത് കൺക്ലൂഡ് ചെയ്യാൻ. Next question, how does Ezekiel explore the theme of identity in background casually? So Nazim Ezekiel himself was having a fragmented psyche, a fragmented existence, a double existence. Because he was a Jew, so he belongs to the diasporic community. So the poem itself should be seen from that particular perspective. So the kind of pressure, ആ ഒരു സൈക്കോളജിക്കൽ ഇന്നർ സ്ട്രഗിൾ ഓഫ് ബിലോങ്ങിങ്നെസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഡയസ്പോറിക് കണക്ഷൻ എപ്പോഴും നമ്മൾ ഈ ഒരു വർക്കിൽ കൊണ്ടുവരണം. ആ ഒരു ഏലിയനേഷൻ, പിന്നെ embracing the roots, the journey that he depicts through this poem. Every point has to be covered, and a suitable conclusion that is based on the poem itself കൊടുക്കുക. Then coming to the next question, differentiate between form class and function class words. So talking about this question, ഇതൊരു 5 mark question ആണ്. സോ ഇവിടെ നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യണം ഫോം ക്ലാസ് വേർഡ്സ്, ഫങ്ഷൻ ക്ലാസ് വേർഡ്സ്. ഓക്കെ, എന്താണ് ഫോം ക്ലാസ് വേർഡ്സ്, എന്താണ് ഫങ്ഷൻ ക്ലാസ് വേർഡ്സ്, പിന്നെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊടുക്കണം. ഓക്കെ, നമുക്കറിയാം ഫോം ക്ലാസ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ക്യാരിങ് എ മീനിങ്, അല്ലെ? എന്താണ്, ഒരു ലെക്സിക്കൽ മീനിങ് ആണ്, അൺലൈക്ക് ഫങ്ഷൻ ക്ലാസ് വിച്ച് ക്യാരീസ് ഗ്രമാറ്റിക്കൽ മീനിങ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് കൊടുക്കുക. നൗൺസ്, വെർബ്സ്, ആഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, ഇതെല്ലാം ഫോം ക്ലാസ് വരും. ഫങ്ഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ പ്രിപ്പോസിഷൻസ്, പ്രോനൗൺസ്, കൺജങ്ഷൻസ്, ആർട്ടിക്കിൾസ്, ഓക്സിലറീസ്. ഇനി ഫോം ക്ലാസ് thus gives importance to content, function class to structure. സോ അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ കൊടുക്കുക, എക്സാമ്പിൾസ് കൊടുക്കണം, കൺക്ലൂഷനും കൊടുക്കണം. ഓക്കെ, so that's it. Then coming to the next question, write a short note on cognitivism. This is also from module 11. നമുക്ക് ലേണിംഗ് തിയറീസ് പഠിക്കാനുണ്ട്. സോ കോഗ്നിറ്റിവിസം ഒരു 20th സെഞ്ച്വറി ലിംഗ്വിസ്റ്റിക് തിയറിയാണ്. ലാംഗ്വേജിനെ ഒരു ആക്റ്റീവ് ഇന്റേണൽ മെന്റൽ പ്രോസസ് റാദർ ദാൻ മെക്കാനിക്കൽ പ്രോസസ് ഓഫ് എന്ന രീതിയിലാണത് നോക്കുന്നത്. അപ്പൊ ബിഹേവിയറിസം എന്ന സ്കൂളിൽ നിന്നും ഡിപ്പാർട്ട് ചെയ്ത് കോഗ്നിറ്റിവിസത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നോയം ചോംസ്കി എന്ന ആ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റ്, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, എന്താണ് അദ്ദേഹത്തിന്റെ യൂണിവേഴ്സൽ ഗ്രാമർ, ജനറേറ്റീവ് കപ്പാസിറ്റി, നമുക്കറിയാം ട്രൈ സ്ട്രക്ചർ ഗ്രാമർ തൊട്ട് പിന്നീട് അങ്ങോട്ട് TG ഗ്രാമർ ഒക്കെ കൊണ്ടുവന്ന അദ്ദേഹമാണ്. അപ്പൊ അതിന്റെ റെലവൻസ് എങ്ങനെയാണ് കോഗ്നിറ്റീവ്സുമായിട്ട് കണക്റ്റഡ് ആവുന്നത് എന്നൊക്കെ പറയാനും പോയിന്റ്സ് വേണം, കൺക്ലൂഷനും കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമിൻ ജോർജ് ഓർവെൽസ് 1984 ആസ് എ ഡിസ്റ്റോപ്പിയൻ നോവൽ. യെസ്, ടോട്ടാലിറ്റേറിയൻ റെജീമിനെതിരെ പബ്ലിഷ്ഡ് ഇൻ 1949 സംസാരിക്കുന്ന ഒരു വർക്കാണ്. നമുക്കിതിനൊരു ക്ലാസിക് ഡിസ്റ്റോപ്പിയ എന്ന് വിളിക്കാൻ സാധിക്കും. ഒരു ഒട്ടും റിയലിസ്റ്റ് അല്ലാത്ത, എന്നാൽ എന്താണ്, വളരെ ഡിവാസ്റ്റേറ്റീവ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സാണ്. ഓക്കെ, ഡിസ്റ്റോപ്പിയ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അതാണ്. യുട്ടോപ്പിയയുടെ നേരെ ഓപ്പോസിറ്റ്. യുട്ടോപ്പിയ ഒരു ഐഡിയൽ പ്ലേസ് ആണ്, ഇമാജിനറി പ്ലേസ് ആണ്. നേരെ മറിച്ച് ഡിസ്റ്റോപ്പിയയോ വളരെ എന്താണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള, ഒട്ടും എല്ലാം കെയോട്ടിക് ആയിട്ടുള്ള, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇമാജിനറി പ്ലേസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു യൂണിവേഴ്സ് ആണ് ഇവിടെ ഈ ഒരു വർക്കിൽ ജോർജ് ഓർവെൽ സൃഷ്ടിക്കുന്നത്. സോ ഇതിന്റെ ആ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉറപ്പായിട്ടും നമ്മൾ, പൊളിറ്റിക്കൽ ബാക്ക് ഡ്രോപ്പും കൂടെ ഇതിൽ പറഞ്ഞേ പറ്റുള്ളൂ നമുക്ക്, എന്നാൽ മാത്രമേ ആ ഒരു എസ്സേ കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ ഓഷ്യാനിയ, ബിഗ് ബ്രദർ, ഇതൊക്കെ എന്തിനാണ്, പൊളിറ്റിക്കൽ കറസ്പോണ്ടൻസ് ഉണ്ട് അതിന്, അതും കൂടെ നമ്മളൊന്ന് മെൻഷൻ ചെയ്യണം. ദെൻ വിൻസെന്റ് സ്മിത്തിന്റെ ആ ഒരു അൾട്ടിമേറ്റ് ഡിഫീറ്റ്, ഇതൊക്കെ നമ്മൾ പറയണം.
എങ്ങനെയാണ് ഇവിടെ പണിഷ്മെന്റ്, എങ്ങനെയാണ് ഇറ്റ് ഈസ് ക്രഷിംഗ് ദ ഫ്രീ വിൽ, ഇമാൻസിപ്പേഷനെതിരെ, ഫ്രീഡത്തിനെതിരെ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലെ, അവർ ഫ്രീ വില്ലിനെതിരെ വർക്ക് ചെയ്യുന്ന പവർ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് ഇവിടെ ഈ ഒരു വർക്കിലുള്ളത്. ആൻഡ് യു ഹാവ് ടു ഗീവ് എ കൺക്ലൂഷൻ ഓൾസോ. പവർ, അബ്സല്യൂട്ട് പവർ ആൻഡ് സർവേലൻസ്, അതിന്റെ ത്രെറ്റ്സ്, അത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ഹാൻഡിൽ ചെയ്യുമ്പം ഹൗ മച്ച് ഡിഫിക്കൾട്ട് ഇറ്റ് ഈസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്. ദാറ്റ് ഈസ് വൈ വിൻസൻ സ്മിത്ത്, ultimately he gets defeated. Then next question is to analyze Ivanhoe as a historical novel. So it's an 1819 work, it's a historical work. To temporal setting, ആ സമയം ഇമ്പോർട്ടൻ്റ് ആണ്, ആ കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്. The power struggle that existed between the conquered Saxons. ഇപ്പൊ നോർമൻ കോൺക്വസ്റ്റിന്റെ ടൈമില്, that was after 1066, സാക്സൺസും നോർമൻസും തമ്മിലുള്ള ആ ഒരു പവർ സ്ട്രഗിൾ ആണ് ഇവിടെ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഹിസ്റ്റോറിക്കൽ റൊമാൻറ്റിക് ഫിക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ വർക്കിനെ പറയാം. ആൻഡ് യു ഹാവ് ടു be thorough with the protagonist and how these you have to be thorough with the protagonist and the other characters, then how ഈ ഫിക്ഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് അവരുടെ റെപ്രസെന്റേറ്റീവ്സ്, റിയൽ ലൈഫ് റെപ്രസെന്റേറ്റീവ്സുമായിട്ട് ബ്ലെൻഡ് ആവുന്നത്, അങ്ങനെയൊക്കെയുള്ള പോയിന്റ്സ് നിങ്ങൾ കൊണ്ടുവരണം. തീംസ് എല്ലാം ഉൾപ്പെടുത്തണം. ആൻഡ് യു ടു ഗീവ് എ സ്യൂട്ടബിൾ കൺക്ലൂഷൻ. ദെൻ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമ്മൾ നമ്മുടെ തോട്ട്സിൽ ഒട്ടും ഇല്ലായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ട്രാൻസ്ക്രിപ്ഷൻ ചോദിച്ചു. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ ചോദിക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ഷുഡ് ജസ്റ്റ് ലുക്ക് അറ്റ് സം വേർഡ്സ്. അതായത് ഇപ്പോൾ തന്നെ ഇഫ് പോസിബിൾ ട്രൈ ടു ലുക്ക് അറ്റ് ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് 1 word a day. ഒന്ന് ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കുക. സോ അതൊരു പ്രാക്ടീസ് ആണ്. അപ്പൊ നമുക്ക് എക്സാമിന് ചിലപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ചോദിക്കുന്ന വേർഡ്സ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണെങ്കിലോ. ഓക്കെ, സോ ഇവിടെ അവർ ചോദിച്ചത് ബ്രീത്ത് ചോദിച്ചു, റീവൈൻഡ് ചോദിച്ചു, ഓർഗനൈസേഷൻ ചോദിച്ചു, പോസിബിലിറ്റി ചോദിച്ചു, മാത്തമാറ്റിക്സ് ചോദിച്ചു. ഇതില് അവര് പ്രൈമറിയും സെക്കൻഡറി സ്ട്രെസ് മാർക്ക് ചെയ്യാൻ കൂടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ എങ്കിലും അറിയാമെങ്കിൽ നമുക്ക് ഒരു മോർ ദാൻ ഹാഫ് മാർക്സ് ഇതിൽ കിട്ടും. ഓക്കെ, സോ അത് നോക്കി വെക്കുക. ആൻഡ് ഓൾസോ സ്ട്രെസ് മാർക്ക് ചെയ്യേണ്ട റൂൾസ് നമ്മൾ എന്തായാലും കവർ ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് എൻ അനാലിസിസ്. സോ ഫ്രം ദ 17th question onwards നമുക്ക് 8 mark essays ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Make an analysis of the treatment of feminist themes in Anita Desai's Clear Light of the Day. So 5 marksനെക്കാളും കുറച്ചും കൂടെ പോയിന്റ്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇൻട്രൊഡക്ഷൻ അത്യാവശ്യം ഒരു നല്ല, ഒത്തിരി ലെങ്ത് വേണ്ട, എന്നാലും നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതിന്റെ സെറ്റിംഗ്, അതിന്റെ ഇയർ, അതിന്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ പറയണം. Here it parallels the historical trauma. So it is set in Old Delhi. Anita Desai's 1980 novel Clear Light of the Day. It parallels the historical trauma of the 1947 partition and the emotional divisions in a middle-class Hindu household. It's a critique of the restricted choices. So Indian women, how they have to live a restricted life inside a domestic space. അതാണ്. അപ്പൊ അതിന്റെ ബോഡിയിൽ നമ്മൾ ക്യാരക്ടേഴ്സും അവര് അനുഭവിക്കുന്ന എന്താണ് ലിവിങ് ആയിട്ടുള്ള റിയാലിറ്റീസും നമ്മൾ കൊടുക്കണം. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന തീംസ് നമ്മൾ കൊടുക്കണം. ആൻഡ് ഓൾസോ എല്ലാ ആസ്പെക്ട്സും നമ്മൾ കവർ ചെയ്യണം. ബിക്കോസ് ഇത് ചോദിച്ചിരിക്കുന്ന ഫെമിനിസ്റ്റ് തീംസ് ആണ്. അപ്പോൾ ഓരോ സ്ത്രീ കഥാപാത്രങ്ങളും അനുഭവിക്കുന്ന ട്രോമ, അവരെങ്ങനെ അതിനെ ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അതൊക്കെ ആയിരിക്കണം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. ഞാൻ വീണ്ടും പറയുന്നു, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അതിനായിരിക്കണം നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ എന്തൊക്കെ നന്നായിട്ട് എഴുതിയെന്ന് പറഞ്ഞാലും നമുക്ക് മാർക്സ് കിട്ടത്തില്ല. ഓക്കെ, ആൻഡ് ഫൈനലി ഒരു കൺക്ലൂഷൻ, ഒരു ഫെമിനിസ്റ്റ് തീംസിനെ സമപ്പ് ചെയ്യുന്ന കൺക്ലൂഷൻ വിത്ത് റെസ്പെക്ട് ടു അനിത ദേശായിസ് ക്ലിയർ ലൈറ്റ് ഓഫ് ദ ഡേ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്.
നെക്സ്റ്റ് നമ്മുടെ 18th ക്വസ്റ്റ്യൻ, ജോൺ ഡ്രൈഡൻസ് മെറ്റ് ഫ്ലെക്നോ ആസ് എ മോക്ക് എപ്പിക് പോയിം. ഓക്കെ, സോ ഇറ്റ് ഈസ് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദ സ്റ്റൈൽ. ആ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനാണ് ഇമ്പോർട്ടൻസ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മളൊരു ട്രിവ്യൽ സബ്ജക്റ്റിന് എന്താണ് ഒരു എപ്പിക്കൽ സ്റ്റൈൽ ഓഫ് പോർട്രയൽ കൊടുക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ തോമസ് ഷാഡ്വെലിനെ കളിയാക്കുന്നതാണ് അല്ലെ. അപ്പം അതിന്റെ ഒരു പൊളിറ്റിക്കൽ കൗണ്ടർ പാർട്സും അതിന്റെ പൊളിറ്റിക്കൽ റിപ്പർക്കഷൻസും ഒക്കെ നമ്മൾ ഉറപ്പായിട്ടും ഈ മോക്ക് എപ്പിക് തീമിൽ എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ ആ ഒരു ക്ലാസിക്കൽ പാരഡി അതെങ്ങനെ ഇതിലേക്ക് വരുന്നു, ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു ട്രിവിയൽ സബ്ജക്റ്റിന് ഒരു വലിയ എലഗന്റ് ലാംഗ്വേജിലൊക്കെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ്. പിന്നെ യു ഹാവ് ടു ഗീവ് എ കൺക്ലൂഷൻ ഓൾസോ. ഓക്കെ, ഹൗ ഷാഡ്വെൽ ബിക്കംസ് ദി ഒബ്ജക്റ്റ് ഓഫ് നമ്മുടെ ആരാണ് ജോൺ ഡ്രൈഡൻ ഇൻ ദിസ് വർക്ക്. ഓക്കെ, സോ അതെങ്ങനെയാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്, ആ ഒരു മോക്ക് എപ്പിക്കിനെ അദ്ദേഹം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ടു റിഡിക്യൂൾ ഷാഡ്വെൽ ആൻഡ് ടു ഗിവ് എ സ്യൂട്ടബിൾ കൺക്ലൂഷൻ. Then coming to the essay, T.S. Eliot's concept of tradition and individual talent. Okay, we know it's a very famous essay. ഒരു എന്താണ് റൊമാൻറ്റിക് വിക്ടോറിയൻ നോഷൻസിൽ നിന്നൊക്കെ മാറി ഹൗ പോയട്രി ഷുഡ് ബി വ്യൂഡ്, ഓക്കെ, എന്നുള്ള ഒരു മാനിഫെസ്റ്റോ പോലാണ് എലിയട്ട് എസ്സേ എഴുതിയിരിക്കുന്നത് 1919. അപ്പൊ അതിൽ ഒട്ടും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഇന്നവിറ്റബിൾ ആയിട്ടുള്ള വേർഡ്സ്, കീവേഡ്സ് ഒക്കെ നമ്മൾ നോക്കി വെച്ചിരിക്കണം. സേ ഫോർ എക്സാമ്പിൾ ഹിസ്റ്റോറിക്കൽ സെൻസ് ആയിക്കൊള്ളട്ടെ, ഡീപേഴ്സണലൈസേഷൻ ആയിക്കൊള്ളട്ടെ. അവിടെ അദ്ദേഹം ആ ഡീപേഴ്സണലൈസേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റഫർ, ഓക്കെ, അതിന്റെ ഒരു ഫോർമുല പോലെ നമുക്ക് ഓർത്തിരിക്കാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് മേക്ക് ഷുവർ യു റൈറ്റ് എവറിത്തിങ് ഇൻ ഫുൾ സെന്റൻസസ്. ഓക്കെ, പോയറ്റിന്റെ മൈൻഡ് എങ്ങനെയാണ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഓക്കെ, എങ്ങനെയാണ് ആ പോയം ആ ഒരു ആക്ട് ഓഫ് ക്രിയേറ്റിവിറ്റിയിലൂടെ ഉണ്ടാകുന്നത്, അത് നമ്മൾ ഉറപ്പായിട്ടും ഡീപേഴ്സണലൈസേഷൻ, ട്രഡീഷൻ, ഹിസ്റ്റോറിക്കൽ സെൻസ്, ദ യൂസ് ഓഫ് ദിസ് മെറ്റഫർ, കാറ്റലിസ്റ്റ് അനലജി അല്ലെ, ആ ഒരു മെറ്റഫർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതും നമ്മൾ കൊടുക്കണം. ആൻഡ് ഓൾസോ ഒരു നല്ല കൺക്ലൂഷനും കൊടുക്കണം. എങ്ങനെയാണ് ഈ ഒരു വർക്ക് ന്യൂ ക്രിറ്റിസിസത്തിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് മാറിയെന്നുള്ളതും നമുക്ക് കൺക്ലൂഷൻ. എപ്പോഴും നമ്മൾ കൺക്ലൂഷൻ ആണെങ്കിൽ പോലും ആ ക്വസ്റ്റ്യന് ഏറ്റവും ബിഫിറ്റിംഗ് ആയിട്ടുള്ള ആൻസർ ചെയ്യുന്ന രീതിയിൽ വേണം കൺക്ലൂഷനിൽ പോലും പോയിന്റ്സ് കൊടുക്കാൻ. അതായത് ആ ക്വസ്റ്റ്യന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോയിന്റ്സ് നമ്മൾ കൺക്ലൂഷനിലും ഒരു സമറി പോലെ കൊടുക്കണം. ദെൻ കമ്മിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെയാണ് ഞാൻ പറഞ്ഞത് രണ്ടുപേരുടെ വർക്ക്സ് എടുത്തിട്ട് നമ്മളോട് ഒരു കമ്പൈൻ ചെയ്തിട്ടൊരു എസ്സേ ചോദിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഷെല്ലിയുടെ ഓട്ട് ദ വിസ്വിൻഡ് പഠിച്ചു, കീറ്റ്സിന്റെ ഓട്ടോ നൈറ്റിംഗേൽ പഠിച്ചു. ഈ രണ്ട് വർക്ക്സിനെ പറ്റിയിട്ട് അറിയാം നമുക്ക്. അപ്പൊ ആ പോയിന്റ്സ് കമ്പൈൻ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അല്ലാതെ ഒരു വർക്കിനെ പറ്റി മാത്രം ചോദിച്ചാൽ പറ്റും, ബട്ട് ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കി തന്നിരിക്കുകയാണ് അവർ ഈ 20th ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ അതിനെ കമ്പയർ ചെയ്ത് എഴുതുക, എന്തൊക്കെയാണ് അത് തമ്മിലുള്ള സിമിലർ പോയിന്റ്സ്. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഒബ്വിയസ്ലി റൊമാൻറ്റിക് ലിറിസിസം രണ്ടിലും എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റൊമാൻറ്റിസിസത്തിന്റെ ഒരു എക്കോ തന്നെയാണ് രണ്ട് പോയിന്റ്. ആൻഡ് നേച്ചറിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവർ ചോദിച്ചിരിക്കുന്നത് നേച്ചറിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇപ്പൊ നമ്മള് റൊമാൻറ്റിസിസത്തിനെ പറ്റിയിട്ട് നമുക്ക് എഴുതാം, ആ ഒരു ആംഗിളിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. പക്ഷേ എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നേച്ചർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവര് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യാം. കീറ്റ്സ് വളരെ സെൻസറി പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് നേച്ചറിനെ ഡെപ്പിക്ട് ചെയ്യുന്നതെങ്കിൽ ഷെല്ലി വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഡെപ്പിക്ഷൻ ആണ് യൂഷ്വലി കൊടുക്കുന്നത്. അതാണ് നമ്മൾ ഓട്ട് ദ വെസ്റ്റ് വിൻഡ് വളരെ റെവല്യൂഷണറിയും
ഓട്ടോ നൈറ്റിംഗേൽ വളരെ പേഴ്സണലും സെൻസറി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസും ആയിട്ടാണ് ആ നേച്ചറുമായിട്ടുള്ള എൻകൗണ്ടറിനെ കാണിക്കുന്നത്. സോ നമ്മൾ അതിൽ യൂസ് ചെയ്യേണ്ട കീവേഡ്സ് ഉണ്ട്. അതായത് കീറ്റ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് ക്യാപ്പബിലിറ്റി ഒരിക്കലും വിട്ടുകളയാൻ പറ്റത്തില്ല. നേച്ചർ ആയാലും എന്തിനെ പറ്റിയിട്ട് ചോദിച്ചാലും ജോൺ കീറ്റ്സ് ട്രൈ ടു ഫൈൻഡ് ഒപ്റ്റിമിസം, ഹോപ്പ് ആൻഡ് പോസിറ്റിവിറ്റി ഈവൻ ഇൻ ദി അൺസർട്ടൺ കണ്ടീഷൻ. എന്ത് അൺസർട്ടൺ ആയിട്ടുള്ള, എന്ത് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ പോലും അദ്ദേഹം ഒരു എന്താണ് ഒരു പൊട്ടൻഷ്യാലിറ്റി, ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്ത കൊണ്ടുവരാനായിട്ട്, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം നമ്മളൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് ഉണ്ടാക്കി എടുക്കണം എന്നുള്ളൊരു പോയിന്റ്. ഇപ്പൊ നെഗറ്റീവ് ക്യാപ്പബിലിറ്റി ആയാലും അത് എങ്ങനെയാണ് അദ്ദേഹം തന്റെ വർക്ക്സിൽ കൊണ്ടുവരുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരണം, ആൻസറിലേക്ക് കീവേഡ്സ് ആയിട്ട് കാണണം. ഓക്കെ, so Keith's sensory asylum, because we know how he, the poem Otto Nightingale was inspired from his natural encounter with a nightingale singing, and he was taken back to this beautiful, എക്സ്പീരിയൻസ്. അപ്പൊ പെർസെപ്ഷൻ, സെൻസറി ഇമേഷൻ ഒക്കെയാണ് നമുക്ക് ശരിക്കും ആ ഒരു വർക്കിൽ കാണാൻ സാധിക്കുന്ന. ഹൗ ദ ബേർഡ് നൈറ്റിംഗേൽസ് സോങ് റെപ്രസെന്റ്സ് ഒരു ഇമോർട്ടൽ പ്യുവർ ആർട്ട്. ഓക്കെ, ദെൻ കമ്മിങ് ടു ഷെല്ലി, വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു വർക്കാണ്. ഓ വിൻഡ് മേക്ക് മീ ദൈ ലയർ, നിങ്ങളുടെ ലയർ ആക്കി എന്നെ മാറ്റൂ എന്നൊക്കെ പറയുന്ന റെവല്യൂഷണറി തോട്ട്സ് ഉള്ള ഒരു വർക്കാണ്. വെസ്റ്റ് വിൻഡിനെ ഡിസ്ട്രോയർ ആൻഡ് പ്രിസർവർ ആയിട്ടാണ്. എന്തൊരു പവർഫുൾ ആയിട്ടുള്ള ഇമേജറിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ രണ്ട് പാർട്സും കമ്പൈൻ ചെയ്ത് നല്ല രീതിയിൽ നേച്ചറിനെ എങ്ങനെയാണ് ഡെപിക്ട് ചെയ്യുന്നുള്ള പോയിന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം ആൻസർ ക്രാഫ്റ്റ് ചെയ്യാൻ. ആൻഡ് ഫൈനലി ഇവരുടെ രണ്ട് വർക്ക്സും എങ്ങനെയാണ് ഈ ഒരു എന്താണ് കാര്യം കൊണ്ടുവരുന്നത്, അതൊരു കൺക്ലൂഡിങ് സെക്ഷനിൽ നമുക്ക് സമ്മപ്പ് പോലെ കൊടുക്കാം. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദി PYQ session of the question paper for 2020. Okay, so hope you just had an understanding about how you should craft the answers with proper introduction, body and conclusion for 4-mark question onwards, and how you should craft 3-mark questions with special thought, with a close understanding about space. 3 to 4 sentences, always remember ആ 3 to 4 sentences exceed ചെയ്യാൻ പാടില്ല. എങ്ങനെയാണ് അത് എഴുതുന്നതെന്നുള്ളത് ഫർദർ സെഷൻസിൽ, എങ്ങനെയാണ് ഈ ഓരോ മാർക്സിന് വേണ്ടിയിട്ട് നമ്മൾ എസ്സേ ക്രാഫ്റ്റ് ചെയ്യുന്നുള്ളത് ഫർദർ സെഷൻസിൽ വർക്ക്സ് ഡീൽ ചെയ്യുമ്പം എക്സ്പ്ലനേഷൻ ഫോളോ ചെയ്ത് നമ്മൾ ആൻസർ റൈറ്റിംഗ് സെഷൻസിൽ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. സോ ഹോപ്പ് യു ഹാഡ് എ great time. Okay, thank you.